സ്വന്തം മകന്റെ മരണത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റിയ കുടുംബം. മരണാനന്തരം സ്റ്റാൻലിയുടെ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ ഉയർത്തെഴുന്നേറ്റ 5 ജീവിതങ്ങൾ. മരണത്തിനുമപ്പുറം ഒരു ജീവിതമുണ്ടെന്നറിഞ്ഞ് ചെയ്യാവുന്ന നന്മകൾ ചെയ്യുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ശ്രീ കുര്യൻ ജോർജിന്റെ വാക്കുകളിലൂടെ. സ്റ്റാൻലിക്ക് യഥാർത്ഥത്തിൽ അവന് 7 വയസ്സായപ്പോൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. കൃത്യമായി പറഞ്ഞ അവൻ 2 അവന് ക്ലാസ്സിൽ ബോർഡിൽ എഴുതുന്നത് കാണുന്നില്ല എന്ന വീട്ടിൽ വന്ന് പരാതി പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചറിനോടും പരാതി പറഞ്ഞു അവന് അക്ഷരങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ലെന്ന്. സത്യത്തിൽ അന്ന് തുടങ്ങിയതാണ് സ്റ്റാൻലിയുടെ അസുഖം. അസുഖം നമ്മൾ അവസാനമായി തിരിച്ചറിയുന്നത് അവന്റെ മരണക്കിടക്കയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2009 മാർച്ച് മാസത്തിലാണ് സ്റ്റാൻലിയുടെ രോഗം മൈറ്റോകോൺഡ്രിയൽ സൈറ്റോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖം, വളരെ അപൂർവമായി ലക്ഷങ്ങളിലൊക്കെ ഒരാൾക്ക് വരുന്നൊരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ യഥാർത്ഥത്തിൽ അവന്റെ മരണക്കിടക്കയിലാണ്. 2008 ജൂൺ മാസത്തിൽ, ഞാൻ കൃത്യമായി ഓർക്കുന്നു, സ്റ്റാൻലി 10ാം ക്ലാസ്സിലേക്ക് കയറിയ സമയം, ജൂൺ മാസം, നല്ല മഴയുള്ള ഒരു മാസം, ജൂൺ മാസത്തിൽ തുടക്കത്തിൽ സ്കൂളിലേക്ക് പ്രവേശനം കിട്ടിയ അതേ മാസത്തിൽ തന്നെ സ്റ്റാൻലി ഇങ്ങനെ ഒരു 9 മണി സമയത്ത് ഞാനും അവന്റെ പെങ്ങള് സ്റ്റെഫി, ഞങ്ങൾ 3 പേരും ഇങ്ങനെ വെറുതെ കിടക്കുന്നു. എന്റെ ഭാര്യ ബെറ്റി അടുക്കളയിൽ എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാൻലി പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഡാഡി എന്റെ കണ്ണുകള് ദാനം ചെയ്യുവാൻ പറ്റുമോ എന്ന്. ഇതേ വാക്കുവാണ്, ഡാഡി എന്റെ കണ്ണ് ദാനം ചെയ്യുവാൻ പറ്റുമോ. അപ്പോൾ ഈ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവനൊരു 7 വയസ്സായപ്പോൾ 2ാം ക്ലാസ്സിൽ വെച്ച് അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞ് 2 വർഷം കൊണ്ട് 9 വയസ്സായപ്പോഴത്തേക്ക് അവൻ പൂർണ്ണമായിട്ട് ബ്ലൈൻഡായിരുന്നു. ഈ ബ്ലൈൻഡായ കുഞ്ഞിന്റെ കണ്ണ് ദാനം ചെയ്യുവാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഡാഡിക്ക് അറിയത്തില്ല, ഡാഡി ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ അവന്റെ ചോദ്യം വന്നത്, ഡാഡി അങ്ങനെയുണ്ടെങ്കിൽ എന്റെ കിഡ്നിയോ വല്ലതും ദാനം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ കിടന്നുറങ്ങ്, മോന്റെ കിഡ്നിയൊക്കെ ദാനം ചെയ്യാൻ പറ്റുമെന്ന് ഡാഡിക്ക് അറിയത്തില്ല, ഡാഡി ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് കിടന്നുറങ്ങിയായിരുന്നു. സ്റ്റാൻലിക്ക് ഈ ഒരു ആഗ്രഹം സ്റ്റാൻലിയിൽ നിവേശിപ്പിച്ചത് ദൈവദത്തമായിട്ട് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പ്രേരണയുടെ നിമിത്തത്തിൽ സ്റ്റാൻലിക്കുണ്ടായ ഒരു തോന്നലാണ് അവന്റെ അവയവം ദാനം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അല്ലാതെ ഒരു പ്രേരണ കേരളത്തിൽ അങ്ങനെ ഒരു മാതൃകയില്ല. ഈശോ അവനിലൊരു പ്രേരണ കൊടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു സത്കർമ്മം ചെയ്യുവാനായിട്ട് അവൻ തയ്യാറാകുകയായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ ഒരു ആഗ്രഹം നിവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു, ഞാനും എന്റെ കുടുംബവും. അപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റാൻലിയിൽ ബൈബിൾ ഒരുപാട് അവനിലേക്ക് ആഴമായി പതിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 12-13 വാക്യങ്ങൾ എങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ദൈവവാക്യമായിരിക്കും, ബൈബിൾ വചനമായിരിക്കും സ്റ്റാൻലിയെ ആഴമായി സ്പർശിച്ചത്. അതിന്റെ ഫലമായിട്ടായിരിക്കും സ്റ്റാൻലി ഇങ്ങനെ ഒരു തീരുമാനം അവന്റെ മനസ്സിലുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപാട് ആശ്വാസം സ്റ്റാൻലിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റാൻലിയിലൂടെ 5 ആളുകൾ ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 3 പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, 2 പേർ കാഴ്ചയുടെ ലോകത്തിലേക്ക് വന്നു. അതിലെ 3 പേരിലെ ഒരാളെ സ്റ്റാൻലിയുടെ കരൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട് ജീവിക്കുന്നു. മറ്റൊരു പെൺകുട്ടി സ്റ്റാൻലിയുടെ ഒരു വൃക്ക സ്വീകരിച്ചുകൊണ്ട് ചവറയിൽ ഇന്ന് ജീവിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാൻലിയുടെ 2ാമത്തെ വൃക്ക സ്വീകരിച്ചുകൊണ്ട് ജീവനിലേക്ക് തിരിച്ചു വന്നത് എറണാകുളത്തുള്ള ഒരു യുവതിയാണ്. 2 ആളുകൾക്ക് സ്റ്റാൻലിയുടെ യഥാർത്ഥത്തിൽ കണ്ണിന് കാഴ്ചയില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അവന്റെ കോർണിയയ്ക്ക് തകരാറൊന്നുമില്ലായിരുന്നു. അവന്റെ കോർണിയ വളരെ ആക്റ്റീവായിട്ടുള്ള ജീവനുള്ള കോർണിയയായിരുന്നു. ആ കോർണിയയ്ക്ക് തകരാറില്ലാഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ 2 കോർണിയയും അമൃത ആശുപത്രിയിൽ വെച്ച് നീക്കം ചെയ്തു. അത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നൽകി. അതിലൂടെ 2 ആളുകൾ സ്റ്റാൻലിയിലൂടെ ഇന്ന് ലോകം കാണുന്നു. എല്ലാത്തിനും ഞങ്ങൾ ദൈവത്തിന് സ്തുതിയർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും രക്ഷകനായ ക്രിസ്തുവിന്റെ, യേശുവിന്റെ ഒരു വലിയ സന്ദേശം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയായിരുന്നു കൊച്ചി സ്റ്റാൻലി ചെയ്തതെന്ന് ഞങ്ങളുടെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുകയാണ്.